അപ്പം നമ്മൾ ഈ നമ്മൾ ആ ഒളിച്ചോട്ടം കോഴിക്കോട് നിന്ന് വേറെ എങ്ങാണ്ട് പോയല്ലോ ജോലി അന്വേഷിച്ച്. ആ ഒളിച്ചോട്ടം അത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് നാട് വിട്ടത്. സ്കൂളിൽ പഠിക്കുമ്പോഴോ? ഏത് ക്ലാസ്സിൽ? ഞാൻ 7-ലെന്തോ പഠിക്കുമ്പോൾ. ഡ്രോയിങ് സാറിനെ പേടിച്ചു പോയതാണോ? അല്ല. പടം വരയ്ക്കാൻ അറിയാതുകൊണ്ട്? അല്ല ഞാൻ ഓരോ മാർക്ക് കിട്ടും. ഏട്ടനായിരുന്നു കുറച്ച് സ്ട്രിക്റ്റ്. എന്നോട് 10 വയസ്സ് മൂത്ത. അപ്പൊ ഏട്ടൻ പഠിക്കുമായിരുന്നു നന്നായിട്ട്. ചീത്ത വിളി നമുക്ക് കിട്ടത്തില്ല. കൂടുതൽ ഞങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നതും ഒക്കെ ഏട്ടനായിരുന്നു. അപ്പൊ ഞങ്ങൾ വളർന്നതിന്റെ പിന്നിലൊക്കെ ഏട്ടൻ തന്നെയാണ്. ഏട്ടന്റെ കഷ്ടപ്പാടാണ്. അപ്പം ഏട്ടൻ തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണോ? വരുമാനം കൂടിയപ്പോ ഞാൻ ചോദിക്കാം. ഞങ്ങൾ ഒരുമിച്ച് തന്നെ എപ്പോഴും ആണല്ലേ? നല്ല കാര്യം. അപ്പൊ ഞാനത് ഓരോ മാർക്ക് ഹിസ്റ്ററിക്ക് എത്രയുണ്ട്? ഹിസ്റ്ററിക്ക് 45, ഇംഗ്ലീഷിന് 48 ഉണ്ട്. കണക്കോ മാത്സ് ഞാൻ 37 എന്താ ശ്രദ്ധിക്കട്ടാ, ഒന്ന് കയറ്റിപ്പിടിക്കണം. എല്ലാം മലയാളമൊക്കെ ഫുൾ മാർക്ക് 30-40 കുറവുള്ള മാർക്കില്ല. അല്ല ഞാൻ ഏട്ടനോട് പറയുന്ന സത്യമല്ല. ഒറിജിനൽ യാത്ര 4 4 7 ടോട്ടൽ മാർക്ക് 168 എല്ലാം കൂടെ മൊത്തം കൂടെ. ഇത് 40 എല്ലാം കൂട്ടിയപ്പോ 600-ൽ 100. ചേട്ടന് വയറ് നിറയാൻ വേണ്ടി നമ്മൾ കുറച്ച് മാർക്ക് കൊടുക്കും. അങ്ങനെ പ്രോഗ്രസ് കാർഡ് കിട്ടിയ ദിവസം എനിക്ക് പ്രശ്നമാവും, വീട്ടിലെ പ്രശ്നമാവും എനിക്ക് അറിഞ്ഞത്. അപ്പൊ ഞാൻ ട്യൂഷൻ ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അന്ന് കോഴിക്കോട് ടു പാലാഴിയിലെ കോഴിക്കോടേക്ക് പോകണ 80 പൈസ ടിക്കറ്റ് ചാർജ്. ഞാൻ എല്ലാവരോടും ചില്ലറ പൈസ ചോദിച്ചു 20-30 പൈസക്ക് ചോദിച്ചിട്ട് 7 രൂപ എൻ്റെ കയ്യിലായി. ഞാൻ അന്ന് വൈകുന്നേരം, ശനിയാഴ്ച വൈകുന്നേരം ദൂരദർശനിൽ ഈ മിഥുൻ ചക്രവർത്തി സിനിമകളൊക്കെ കാണലുണ്ട്. അപ്പൊ ആളുടെ ഹിന്ദി സിനിമ ബോംബെയിലേക്ക് വിട്ട് അതോ ലോകത്ത് പിന്നെ കോടീശ്വരനായി വരുന്ന നായകൻ. ഞാൻ പാലാഴി ബോംബെ പോയി തുപ്പാക്കി എടുക്കുന്നു അല്ലേ? 7 രൂപ ടൗണിലേക്ക് കയറിയപ്പോ ടൗണിൽ 2-വേ റോഡ് കാണുമ്പോ തന്നെ എനിക്ക് പേടി. ഞാൻ ടൗണിലൊന്നും പോകാത്ത ആളാ. അപ്പൊ തന്നെ ഞാൻ ഏതോ ഒരു സിറ്റിയിലെത്തി. ഭയങ്കര സിറ്റിയിൽ ലൈറ്റ് ഒക്കെ തുടങ്ങി. SM സ്ട്രീറ്റിലൂടെ മിഠായി തെരുവിലൂടെ കുറെ നടന്നു. ഒരു ഷൺമുഖം ഹോട്ടലൊക്കെ ഉണ്ട് അവിടെ. അവിടെ ഹോട്ടലിൽ പോയി ഞാൻ ജോലി വെച്ചു. എനിക്ക് എന്താ പണി വരുമോ? അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ വീട്ടിലിങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് അങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, മോനോ ചായയും പഴംപൊരിയൊക്കെ തന്ന് കുടിപ്പിച്ച് വിട്ടുമ്പോൾ പോയിക്കോ, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാകണ്ട കേട്ടോ, സാരില്ല എന്നൊക്കെ പറഞ്ഞു. ഈ ഹോട്ടലിൽ ദിവസവും ഏട്ടൻ ചായ കുടിക്കാൻ വരുന്ന ഹോട്ടലാ. അവർക്ക് അറിയില്ല. അല്ല ഞാൻ നാളെ അവിടെ പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏട്ടനോട് അവിടെ എന്താ കഴിക്കാൻ വേണ്ടി. അപ്പൊ അവസാനത്തെ കഴിപ്പായ തിരിച്ച് വീണ്ടും കിഡ്സൺ കോർണറിൽ നടന്ന് എന്ത് ചെയ്യും, രാത്രിയായി തുടങ്ങി, പേടിയായി തുടങ്ങി. വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ഇനി എങ്ങോട്ടാ പോവാ? അപ്പം രാത്രിയായപ്പോ പിന്നെ ഒരു ബസ് പൊക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ബസ്. അത് ഏട്ടന്റെ വീട് അവിടെ പൊക്കുന്നുണ്ട് എനിക്കറിയാം. അപ്പൊ ഞാൻ അത് തിരിച്ചു വരുന്നത് പാലാഴിയുടെ അടുത്തേക്ക് തന്നെയാ. ആ അറിവ് എനിക്കില്ല. ഞാൻ ഇത് വീണ്ടും ദൂരത്തേക്ക് ബസ് പോവല്ലേ, ഇങ്ങനെ ഏതോ നാട്ടിലേക്ക് പോവാം. അപ്പൊ പൊക്കുന്നെത്തി കുറെ സേഫ്. അവിടെ വില്ലച്ചനോട് പറഞ്ഞു, വില്ലച്ച ഞാൻ ഇങ്ങനെ വെറുതെ വന്നാന്ന് പറഞ്ഞു. അവിടെ നിന്ന് അന്ന് രാത്രി ഞങ്ങൾ കാസറ്റ് ഇട്ടിട്ട് മാസ്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട് കോഴിയിറച്ചിയൊക്കെ വെച്ച് ചോറൊക്കെ തന്ന് ഫുൾ. പിന്നെ എന്നോട് വീട് വിട്ടിറങ്ങിയ കാര്യം മറന്നുപോയി. വീട്ടിലെ ആളുകൾ വാടകയ്ക്ക് കസാലയൊക്കെ എടുത്ത് ആളുകളൊക്കെ വരുന്നു, ഭയങ്കര തിരക്ക്. പത്രത്തിൽ ചെറിയ കട്ടിങ്ങിലൊക്കെ കൊടുക്കാനുള്ള പരിപാടി, കാണാനില്ല നിർമ്മൽ കൊടുക്കാനുള്ള പരിപാടി. ആളുകൾ പല ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് കിടക്കുന്ന ഉറങ്ങുന്ന ആളുകളെ ഫുൾ ലൈറ്റ് അടിച്ച് നോക്കുന്നു. നാട്ടുകാർ മൊത്തം പാറക്കോറി എല്ലാ സ്ഥലത്തും വെള്ളത്തിൽ കിണറിൽ ഫുള്ള് തിരയുന്നു. കയറാൻ ഒരു മരണ വീട് സംഭവം. പിറ്റേ ദിവസം വലിയച്ഛൻ വെറുതെ വിളിച്ചു, അവൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ സന്നാഹങ്ങളൊക്കെ വന്ന് ഞാനൊരു പഴയ കസാലയിൽ ബാലരമ വായിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം ഏട്ടൻ മൊത്തം ഓടി വന്നിട്ട് നീ എന്താ ഇങ്ങോട്ട് പോകുന്നു വെച്ചു. ഞാൻ എന്ന് പറഞ്ഞ് എണീക്കുമ്പോൾ ഒരൊറ്റ ഷൗട്ട് കിട്ടും. ഞാൻ ആ കസാലയിൽ ഇരുന്ന് 3 മറയിൽ നിൽക്കും. അത് ആദ്യത്തെ നാടുവിടൽ. പിന്നെ അതാ ഈ അംഗീകാരം അർഹതയുള്ള കാര്യങ്ങൾ കിട്ടണമെന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ച് സ്കൂളിലേക്ക് നാട്ടിലേക്ക് വരും. പിന്നെ ആളുകൾ കളിയാക്കാൻ തുടങ്ങി. കത്തെഴുതിയ തമാശകളൊക്കെ ഉണ്ടായി. അമ്മയെ ഞാൻ നട്ടുവിടുകയാണ്, അമ്മ നമ്മുടെ നിമ്മിയെ നല്ലവണ്ണം നക്കണം, അതൊക്കെ എന്റെ പേരിൽ കുറെ ഇല്ല. അങ്ങനെ ഞാൻ അപ്പം പറഞ്ഞ പഠിക്കാനുള്ള കഴിവില്ല, വേണ്ട വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊരു നിഖിൽ മാഷുണ്ട്, അർച്ചനൽ ട്യൂഷൻ മാഷ് പറഞ്ഞ് 10 വരെയെങ്കിലും അവന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ നിഖിൽ മാഷ് പറഞ്ഞിട്ട് 10 മാഷവും പോലീസിലാ.
ഞാൻ എന്നിട്ട് അവരുടെ ഇനോഗ്രേഷൻ ഞാൻ പോയപ്പോൾ ഈ കഥ ഞാൻ അവിടെ സ്റ്റേജിൽ പറഞ്ഞത്. ഇങ്ങനെ അന്ന് തന്നെ 10 വരെ എത്തിച്ച മാഷ് മാഷിലെ 10 വരെ എത്തത്തില്ല. 10 വരെ എത്തൂല. 7 ഞാൻ എന്റെ വർക്ക്ഷോപ്പിൽ 9 മണിക്കൊക്കെ പോയിട്ട്. ഹരീഷ്, ഈ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഈ കോമഡി ഫെസ്റ്റിവലിലെ ഈ പ്രോഗ്രാമിലേക്ക് കല്യാണം കഴിഞ്ഞ് ഈ കണാര മാഷിന്റെ ജീവിതം കൊണ്ടുവന്നു? ഒരു 2-3 കൊല്ലം ഈ കഴിഞ്ഞു. 3 കൊല്ലത്തിനുള്ള കട്ടടി കുറച്ച് കടുപ്പായിരുന്നോ? പിന്നെ 3-4 കൊല്ലം അങ്ങനെ പട്ടിണിയല്ല, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പൈസയും. അല്ല, ഈ പെയിന്റ് നമ്മൾ സ്ട്രോങ് ആയി ഡീൽ ചെയ്യുന്നു, പെയിന്റർ എന്നുള്ള നില പരിപാടി. പിന്നെ നമ്മൾ കൃത്യമായിട്ട് പോകും. അടുത്ത വീടിനടുത്തേക്കുള്ള ഏരിയയിലാണ്, നാട്ടിൽ തന്നെ പോകും. ഒരു കെട്ടിടം ഒന്ന് വിശ്വസിപ്പിച്ച് ആൾക്കാർക്ക് ഏൽപ്പിക്കാവുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. തീർച്ചയായും. അതോ അത് നമ്മളെ അടിച്ച് കൊളവാക്കി കൈ കൊടുക്കുന്നുള്ള? അല്ലേ?